ഹലോ, ടെക്നോ ടിപ്സോറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങളുടെ ടൂ വീലർ ഏതുമാകട്ടെ, ഓടിക്കുമ്പോൾ ഹാൻഡിലിൽ ബലം അനുഭവപ്പെടുന്നുണ്ടോ? ഇതാണ് കാരണം. ആദ്യമായി വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ വയ്ക്കുക. അതിനുശേഷം ബാക്ക് സൈഡിൽ ഒരല്പം ബലം കൊടുത്തുകൊണ്ട് ഫ്രണ്ട് സൈഡ് ഉയർത്തുക. ഇനി നമുക്ക് ഹാൻഡിലിനെ ഒരു സൈഡിലേക്ക് തട്ടി നോക്കാം. ഹാൻഡിൽ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. അടുത്തതായി നമുക്ക് ബൈക്കിൻ്റെ ഹാൻഡിൽ ഓപ്പോസിറ്റ് ദിശയിലും തട്ടി നോക്കാം. ദാ ഇപ്പോഴും ഹാൻഡിൽ സെൻറ്റർ പൊസിഷനിൽ തന്നെ, ഈ സൈഡിലേക്കും അനങ്ങുന്നില്ല. കോൺസെപ്റ്റ് ജാമായതാണ് ഇതിന് കാരണം. ഈ പ്രശ്നം സോൾവ് ചെയ്യാനായി ആദ്യമായി നമുക്ക് വേണ്ടത് ഈ 30 മില്ലിമീറ്റർ നട്ട് ഒന്ന് റിലീസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഹാൻഡിൽ ഇടിക്കുന്നത് കൊണ്ട് 30 മില്ലിമീറ്റർ നട്ടിലേക്ക് റിംഗ് സ്പാനർ കടത്തിവിടാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് ഈ ഹാൻഡിൽ ബാറിനെ ഇളക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് ഹാൻഡിൽ ബാറിന് അടിയിൽ വരുന്ന ഈ 17 മില്ലിമീറ്റർ നട്ടിനെ ഒരു 17 മില്ലിമീറ്റർ റിംഗ് സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഊരി മാറ്റാം. പതിനേഴ് മില്ലിമീറ്റർ നട്ടിന് പിന്നിലായി ഒരു മെറ്റൽ വാഷറും റബ്ബർ ബുഷും ഉണ്ടാവും. അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ എതിർഭാഗത്ത് വരുന്ന നട്ടും വാഷറും ബുഷുമെല്ലാം നമുക്ക് ഊരി മാറ്റാം. ഈ സൈഡിലും 17 മില്ലിമീറ്റർ നട്ടിന് ശേഷം മെറ്റൽ വാഷറും റബ്ബർ ബുഷും ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്ക് ഹാൻഡിൽ പൊക്കി ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 30 മില്ലിമീറ്റർ കോൺസെറ്റ് നട്ടിനെ ഒരു 30 മില്ലിമീറ്റർ റിംഗ് സ്പാനർ കൊണ്ട് വളരെ ഈസിയായി റിലീസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് T അഥവാ T4ക്കും ഷോക്ക് അബ്സോർബറും വന്ന് ചേരുന്ന ഭാഗത്തുള്ള ഒരു 12 മില്ലിമീറ്റർ ബോൾട്ടിനെ 12 മില്ലിമീറ്റർ റിംഗ് സ്പാനർ ഉപയോഗിച്ച് റിലീസ് ചെയ്ത് വയ്ക്കുക എന്നുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ബോൾട്ടും നമുക്ക് റിലീസ് ചെയ്ത് വയ്ക്കാം. ഇതാണ് കോൺസെപ്റ്റിൻ്റെ അഡ്ജസ്റ്റിംഗ് നട്ട്. ഇവിടെ 4 ഗ്രൂവുകൾ ഉണ്ടാവും. ഈ ഗ്രൂവിനുള്ളിലേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ കടത്തി വെച്ചുകൊണ്ട് ബോൾ പിൻ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നട്ടിനെ റിലീസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് വീൽ ഒരല്പം ഉയർത്തിക്കൊണ്ട് മുന്നിലേക്കും ബാക്കിലേക്കും ചലിപ്പിച്ച് നോക്കാം. ഇളക്കമുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ഇപ്പോൾ ഓവറായിട്ട് റിലീസ്ഡ് ആണ്. അതായത് കോൺസെപ്റ്റ് നമുക്ക് തിരികെ ടൈറ്റ് ചെയ്യാനുണ്ട്. കോൺസെപ്റ്റ് നട്ട് ഒരല്പം ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് വീൽ ഉയർത്തിക്കൊണ്ട് വീണ്ടും മുന്നിലേക്കും ബാക്കിലേക്കും ചലിപ്പിച്ച് നോക്കാം. പ്ലേ ഉണ്ടെങ്കിൽ വീണ്ടും കോൺസെപ്റ്റ് നട്ട് ഒരല്പം കൂടി ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട് വീലിനെ മുന്നിലേക്കും ബാക്കിലേക്കും ചലിപ്പിക്കുമ്പോൾ പ്ലേ ഉണ്ടാവാത്ത അവസ്ഥ വരും വരെ ഈ പ്രക്രിയ നമുക്ക് ആവർത്തിക്കാം. പ്ലേ വരുന്നില്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ തിരികെ ഫിക്സ് ചെയ്യാനുള്ള ശ്രമം ആരംഭിക്കാം. അതിന് മുന്നോടിയായി 30 മില്ലിമീറ്റർ കോൺസെപ്റ്റ് നട്ടിനെ നമുക്ക് റിംഗ് സ്പാനർ ഉപയോഗിച്ച് നന്നായി ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഹാൻഡിൽ റബ്ബർ ബുഷും മെറ്റൽ വാഷറും ഇട്ടതിന് ശേഷം 17 മില്ലിമീറ്റർ നട്ട് തിരികെ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എതിർദിശയിലുള്ള ഹാൻഡിൽ സ്റ്റെമിനടിയിലും റബ്ബർ ബുഷും മെറ്റൽ വാഷറും തിരികെയിട്ട് 17 മില്ലിമീറ്റർ നട്ട് ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കാം.
ഇനി നമുക്ക് മുൻപ് റിലീസ് ചെയ്ത് വെച്ചിരുന്ന ട്രിപ്പിൾ ടീയും ഷോക്ക് അബ്സോർബറും തമ്മിൽ ജോയിൻ ചെയ്ത ഭാഗത്തുള്ള 12 മില്ലിമീറ്റർ ബോൾട്ട് തിരികെ ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള 12 മില്ലിമീറ്റർ ബോൾട്ട് ടൈറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുമല്ലോ. കോൺസെറ്റ് ജാമിംഗ് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ബാക്ക് സൈഡിൽ ബലം കൊടുത്ത് ഫ്രണ്ട് സൈഡിനെ ഉയർത്തി ഹാൻഡിലിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഹാൻഡിൽ സെൻട്രൽ പൊസിഷനിൽ നിൽക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങളെല്ലാം ശുഭം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.